ശ്രീമന്നാരായണീയം ദശകം 20 വൃഷഭയോഗീശ്വര ചരിതം. ശ്ലോകം 9. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പരാത്മഭൂതോപി പരോപദേശം കുറുവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോപി ചചാര കൃത്സ്നാം മഹീം അഹീനാത്മരസാഭിലീന. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ധാരാളം മുനിശ്രേഷ്ഠന്മാരിരിക്കുന്ന സഭയിൽ വച്ചിട്ട് ഋഷഭദേവൻ പുത്രന്മാർക്ക് വൈരാഗ്യവും ഭക്തിയും ചേർന്ന മുക്തിമാർഗം, മോക്ഷമാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം പരമഹംസവൃത്തിയെ സ്വീകരിച്ച് ഈശ്വരഭക്തി, ആത്മജ്ഞാനം, വിഷയവൈരാഗ്യം ഇവയെല്ലാം ഉള്ളയാളാണ് പരമഹംസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ബുദ്ധിയില്ലാത്തവന്റെ പോലെ, അറിവില്ലാത്തവന്റെ പോലെ, ഭ്രാന്തന്റെ പോലെ, പിശാചുക്കളുടെ പോലെ അങ്ങനെയുള്ള രീതികളെല്ലാം സ്വീകരിച്ച് അവരെ പോലെ പിന്നീട് ജീവിച്ചു എന്ന് നമ്മൾ കണ്ടു. ഇനി ഭവാൻ, അവിടുന്ന്, അതായത് ഋഷഭദേവനെ കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് പരാത്മഭൂത അഭി, ബ്രഹ്മഭാവം പ്രാപിച്ചിട്ടും, സാക്ഷാൽ ബ്രഹ്മം തന്നെ ആയി തീർന്നു. എന്നിട്ടും പരോപദേശം കുറുവൻ, പര ഉപദേശം കുറുവൻ, അന്യർക്ക് ഉപദേശം കൊടുത്ത് ബ്രഹ്മോപദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, സർവനിരസ്യമാന, സർവ ആരാലും അല്ലെങ്കിൽ എല്ലാവരാലും നിരസ്യമാന, പരിഗണിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ടവനായി, ആരും തിരിഞ്ഞു നോക്കാത്തവൻ എന്ന രീതിയിൽ ആയി തീർന്നു. എന്നിട്ടോ വികാരഹീന, യാതൊരു വികാരങ്ങളും ഇല്ലാതെ നിർവികാരനായി മറ്റുള്ളവർക്ക് ബ്രഹ്മോപദേശമൊക്കെ നൽകിക്കൊണ്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു വികാരവും ഇല്ലാത്തവനായി, രാഗദ്വേഷാദി വികാരങ്ങളൊന്നും തന്നെ ഇല്ല, ഒരു വികാരവും ഇല്ലാത്തവനായി, അഹീന ആത്മരസാഭിലീന. അഹീന എന്ന് പറഞ്ഞാൽ കുറയാത്ത എന്നുള്ള അർത്ഥം. കുറയാത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ തികഞ്ഞ ആത്മരസാഭിലീന, ആത്മാനന്ദത്തില് പരമാനന്ദത്തില് ലീന മുഴുകിയവനായി, കൃത്സ്നാം മഹീം, ഭൂമിയിലാകെ വിജചാര, ചുറ്റി സഞ്ചരിച്ചു. ഋഷഭദേവന്റെ പിന്നീടുള്ള ആ ജീവിതം എങ്ങനെയായിരുന്നു എന്നിവിടെ ഈ ശ്ലോകത്തില് പറയുകയാണ്. മറ്റുള്ളവർക്കൊക്കെ ബ്രഹ്മോപദേശം കൊടുത്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ ഒരു ഭ്രാന്തനെ പോലെ, ബുദ്ധിയില്ലാത്തവനെ പോലെ, പിശാചിനെ പോലെ ഇങ്ങനെയൊക്കെയുള്ള ജീവിതചര്യകളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണ് പിന്നീട് കഴിയുന്നത്. എങ്കിലും ബ്രഹ്മോപദേശം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് യാതൊരു വികാരവും ഇല്ലാത്തവനായി ആത്മാനന്ദത്തിൽ മാത്രം മുഴുകി, പരമാനന്ദത്തിൽ മാത്രം മുഴുകി ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.